ഭാവങ്ങളും തത്വചിന്തകളും ഒടുവിലെത്തി നിൽക്കുന്നത് ജീവിതം സന്തോഷത്തോടെ ജീവിക്കണം എന്നതിലാണ്. ആനന്ദം ഒരു ഭാവമല്ല, മറിച്ച് അത് മറ്റുള്ളവരിലേക്ക് പകരേണ്ട നല്ലൊരു ഗുണമാണ്. ഒരാളുടെ കണ്ണുനീര് തുടയ്ക്കുക എന്നത് ഏറ്റവും വലിയ കാര്യമാണെങ്കിലും അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വരുത്താൻ കഴിയുക എന്നത് അതിലും മനോഹരമായ കാര്യമാണ്. ആനന്ദം നമ്മുടെ ജന്മാവകാശമാണെന്ന് ബോബി ജോസ് കട്ടിക്കാട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തെ സത്യം, ജ്ഞാനം, ആനന്ദം എന്ന് വിശേഷിപ്പിച്ച നമ്മുടെ ഗുരുക്കന്മാരും സന്തോഷമാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞ അരിസ്റ്റോട്ടിലും ഇതേ സന്ദേശം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്നത്. ജീവിതം ഒരു ഭാരമായി കാണാതെ ഒരു അനുഗ്രഹമായി ആസ്വദിക്കാൻ സാധിച്ചാൽ എത്ര മനോഹരമായിരിക്കും നമ്മുടെ ഓരോ ദിവസവും. സന്തോഷിക്കാൻ വലിയ കാരണങ്ങളൊന്നും വേണ്ട. ഓരോ ദിവസവും ഉദിക്കുന്ന സൂര്യനെ കാണുന്നത് പോലും വലിയൊരു സമ്മാനമായി കരുതിയാൽ ഓരോ കുഞ്ഞു കാര്യത്തിലും ആനന്ദം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. കുറച്ചു സമയം ഓട്ടം നിർത്തി ഈ നിമിഷം ഒന്ന് അനുഭവിക്കൂ. ജീവിതം ആനന്ദം തേടുന്ന ഒരു യാത്രയല്ല, മറിച്ച് ആനന്ദത്തോടെ നടന്നാൽ അതാണ്. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കും.